Thank you. Thank you very much indeed. Ladies and gentlemen, put your hands together. Thank you. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. കെ.ആർ. മീരയുടെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പുതിയ നോവലിൻ്റെ കവർ പ്രകാശനമാണ് ഇപ്പോൾ നടന്നത്. കലാച്ചി എന്ന ഈ നോവൽ സവിശേഷമായ അതിൻ്റെ പ്രമേയം കൊണ്ടും പ്രതിപാദന രീതി കൊണ്ടുമൊക്കെ വളരെ സവിശേഷമായ ഒരു രചനയായി മലയാള സാഹിത്യത്തിൻ്റെ നോവലിൻ്റെ ഭാവി ചരിത്രത്തിൽ രേഖപ്പെടാനിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ നോവലിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് ഈ ദിവസം ഇങ്ങനെ ഒരു ചർച്ചയ്ക്കായി തിരഞ്ഞെടുത്തതിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ നോവലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം എന്നാണ് കരുതുന്നത്. ഇന്ന് സവിശേഷമായൊരു ദിവസമാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർന്നതിൻ്റെ 75 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. 75ാം വാർഷിക ദിനമാണിത്. ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്ക് എന്നത് വാസ്തവത്തിൽ ആ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരെ സംബന്ധിച്ചും വളരെ അനന്യമായ നിലയിൽ പ്രാധാന്യമുള്ള ഒന്നാണ്. പ്രജാത്വത്തിൽ നിന്ന് പൗരത്വത്തിലേക്ക് എന്നതിൻ്റെ അർത്ഥം പരാശ്രിതത്വത്തിൽ നിന്ന് സ്വാധികാരത്തിലേക്ക് എന്നുകൂടിയാണ്. ആരുടെയോ പ്രജയായി അക്കാലം വരെ ജീവിച്ച മനുഷ്യർ താന്താങ്ങളിൽ ഉടമാവകാശമുള്ള തങ്ങളുടെ രാജ്യമെന്ന് പറയാവുന്ന ഒരു ഭൂപ്രദേശത്ത് വസിക്കാൻ തുടങ്ങുന്നു. അത് വെറുമൊരു സങ്കല്പത്തിൻ്റെ മാറ്റമല്ല, മറിച്ച് അക്കാലം വരെ മറ്റാർക്കോ കീഴ്പ്പെട്ട് ആശ്രിത സ്ഥാനത്ത് സ്വന്തം ജീവിതത്തെ സ്ഥാനപ്പെടുത്തേണ്ടിയിരുന്ന ഒരാൾ, എടുത്തിക്കൊണ്ടിരുന്ന ഒരാൾ അവിടെ നിന്ന് തൻ്റെ രാജ്യം എന്ന ഉടമസ്ഥതാബോധത്തോടെ സ്വാധികാരത്തോടെ ജീവിക്കാൻ ആരംഭിക്കുന്നു എന്നതാണ് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് എന്ന സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെ റിപ്പബ്ലിക് അങ്ങനെ നിലവിൽ വന്ന് 75 വർഷമാകുന്നു. നമ്മുടെ ഭരണഘടന അതിൻ്റെ കാതൽ ആയ ഒരു വാക്യം കൊണ്ട് ഇക്കാര്യത്തെ രേഖപ്പെടുത്തുന്നു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നും. എന്നാൽ കഴിഞ്ഞ 7-8 വർഷങ്ങൾക്കിടയിൽ നമ്മൾ കണ്ട ഒരു കാര്യം, ഈ സങ്കല്പത്തിൽ നിന്ന് പതിയെ പതിയെ വഴുതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ സങ്കല്പത്തിൽ നിന്ന് പൗരത്വം എന്നത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ അവകാശപ്പെട്ടതല്ലെന്നും പൗരത്വം എന്നത് മതാടിസ്ഥാനത്തിൽ നിർവചിക്കാവുന്ന ഒന്നാണെന്നും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റിൽ എത്രയോ ചർച്ച ചെയ്ത് ഒഴിവാക്കിയ പൗരത്വത്തിൻ്റെ മതാധിഷ്ഠിത മാനദണ്ഡം ഇന്ത്യയിലെ പൗരത്വ നിർവചനത്തിൻ്റെ യുക്തിയിലേക്ക് കൂട്ടിയിണക്കപ്പെടുമെന്നുമുള്ള സ്ഥിതി ഇതിനകം തന്നെ സംജാതമായി കഴിഞ്ഞു. അങ്ങനെ ഒരു മതരാഷ്ട്രത്തിലേക്ക് മുഴുവൻ മനുഷ്യർക്കും സ്വാഭിമാനത്തോടെയും സ്വാധികാരത്തോടെയും ജീവിക്കാവുന്ന ഒരിടം എന്നതിൽ നിന്ന് ഒരു മതരാഷ്ട്രത്തിലേക്ക് ഈ രാജ്യം പതിയെ പതിയെ ചുവടുകൾ വയ്ക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കലാച്ചി എന്ന തൻ്റെ നോവലിൽ ഈ അടിസ്ഥാന രാഷ്ട്രീയ പ്രമേയത്തെ, ഒരുപക്ഷെ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ ചോദ്യങ്ങളിൽ ഒന്നിനെ പ്രമേയമാക്കിക്കൊണ്ടാണ് ഈ നോവൽ മീര അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം പൗരത്വത്തിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ സാമൂഹിക സാംസ്കാരിക അനുഭവ ലോകവും എന്നതാണ്. അതിനെ മുൻനിർത്തി വരുന്ന നോവലാണ് കലാച്ചി. ഈ നോവൽ ചർച്ചയിലേക്കും ഇതിനെ മുൻനിർത്തുന്ന ആലോചനകളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഈ നോവലുമായി ബന്ധപ്പെട്ട അതിലെ ഒരധ്യായത്തിലെ കുറച്ച് ഭാഗങ്ങൾ മീര ആദ്യം ഇവിടെ വായിക്കും. അതിനുശേഷം അതേക്കുറിച്ചുള്ള ചർച്ചയും ഒടുവിലായി നമുക്ക് ഇതേക്കുറിച്ചുള്ള പൊതുചർച്ചയിലേക്കും കടക്കാം. നോവൽ വായനയ്ക്കായി നോവലിലെ 5ാമത്തെ അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് മീരവിടെ വായിക്കുന്നത്. അത് കുറച്ച് നിങ്ങളുടെ ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉള്ളവരും ഇല്ലാത്തവരും നോവൽ വായനയിലേക്ക് ശ്രദ്ധിക്കുക. നോവൽ വായനയ്ക്കായി മീരയെ ക്ഷണിക്കുന്നു. സുനിലിന് വളരെ നന്ദി. ഡോക്ടർ സുനിൽ പീളയിടം
ഈ നോവലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി സന്തോഷം തരുന്നുണ്ട്. കാരണം ഏതാണ്ട് ഇതിൻ്റെ ചിന്ത തുടങ്ങുന്ന അതേ സമയത്ത് ഞാൻ എഴുതിയ നോവലാണ്, ഒരു ചെറു നോവലാണ് ഖബർ. ഖബറിന് വളരെ ആഴമേറിയ ഒരു പഠനം നിർവഹിച്ചത് ഡോക്ടർ സുൽപി ഇളയിടമാണ്. ഏതാണ്ട് അത്ര തന്നെ വളരെ ഉരുകി എഴുതിയ മറ്റൊരു പുസ്തകമാണിത്. ഇതിനുവേണ്ടി ഞാൻ കസഖ്സ്ഥാൻ ചുറ്റിക്കറങ്ങുകയും അതും ആ കോവിഡിൻ്റെ മുഴുവൻ അലയൊലികൾ ഒടുങ്ങുന്നതിന് മുൻപ് അങ്ങനെ വളരെ ദീർഘമായി ധാരാളം യാത്രകളൊക്കെ ചെയ്ത്, എത്ര യാത്ര ചെയ്താലും ഇത് ഉണർത്തുന്ന ഉരുക്കത്തിൻ്റെ തീവ്രത കുറയുന്നില്ല എന്ന വേദന തിരിച്ചറിയുകയും ചെയ്തു. ഞാനിത് വായിക്കുന്നത് 5-ാമത്തെ അധ്യായത്തിൻ്റെ പകുതി മുതലാണ്. വെള്ളവും ചായയുമായി തിരികെ വന്നപ്പോൾ റുഖയ ബീവി സോഫയുടെ അറ്റത്ത് മനസ്സില്ലാ മനസ്സോടെ ഇരിക്കുകയും ഇജാസ് അക്സയെ മടിയിൽ വച്ച് സിംഗിൾ സോഫയിൽ വിശാലമായി ചാഞ്ഞു കിടക്കുകയുമായിരുന്നു. പുസ്തകത്തിൻ്റെ പേജുകൾ മറിച്ച് അക്സ അയാൾക്ക് കഥ പറഞ്ഞു കൊടുത്തു. അതിൽ ബദ്ധശ്രദ്ധനായതുകൊണ്ട് അയാൾ എന്നെ നോക്കാതെയാണ് വെള്ളമെടുത്തു കുടിച്ചത്. ഗ്ലാസ് തിരികെ വാങ്ങി ചായക്കപ്പ് കൊടുക്കുമ്പോഴും അയാൾ എന്നെ ശ്രദ്ധിച്ചില്ല. റുഖയ ബീവിക്കും ചായയും വെള്ളവും കൊടുത്തിട്ട് ഞാൻ നിസാമിൻ്റെ അടുത്തു ചെന്നിരുന്നു. എലീസ നിസാമിൻ്റെ മുഖത്ത് അവളുടെ കുഞ്ഞിക്കൈകൾ കൊണ്ട് പരതുകയും നിസാം അവളെ ഉമ്മ വച്ച് ചിരിപ്പിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. അക്സ മറ്റൊരു കഥ തിരയുന്നതിൻ്റെ ഇടവേളയിൽ ഇജാസ് ചായക്കപ്പ് ചുണ്ടോട് ചേർത്തപ്പോഴാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഇജാസ് ഭയ്യ, ജയിലിൽ നിങ്ങൾക്ക് സുഖമായിരുന്നോ? ഇജാസ് ഞെട്ടി. ചായ തുളുമ്പിയത് അക്സയുടെ മേൽ വീഴാതിരിക്കാൻ അയാൾ കൈ വെട്ടിച്ചു മാറ്റി. എന്തൊരു ചോദ്യം എന്ന് പറഞ്ഞ് നിസാം ചിരിച്ചു. ഇജാസ് ചൂടുചായ പകുതിയോളം ഒറ്റയിറക്കിന് കുടിച്ച ശേഷം മുഖമുയർത്തി എന്നെ നേരിട്ടു. നിസാമിൻ്റെ പകുതി ഭംഗി പോലും അയാൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ അയാളുടെ കണ്ണുകളിൽ അലയടിച്ച അനുഭവങ്ങളുടെ മഹാസമുദ്രങ്ങളുടെ മാന്ത്രിക ശക്തിക്ക് മുമ്പിൽ നിസാമിൻ്റെ സൗന്ദര്യത്തിന് പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. മനുഷ്യരുടെ സുഖവും ദുഃഖവും ഓരോ തോന്നലല്ലേ? അയാൾ ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. 19-ാം വയസ്സിൽ നിങ്ങൾ ആ മതിൽക്കെട്ടിനുള്ളിൽ പെട്ടുപോയതാണല്ലോ, ഞാൻ വിട്ടില്ല. ചിലർ ചെറു ചട്ടിയിൽ മരം നടാറില്ലേ? ഉള്ള സ്ഥലത്ത് ഉള്ളത് വച്ച് അത് വളരും. ഒരു നിമിഷം നിർത്തി ബാക്കി ചായ കൂടി തീർത്ത് കപ്പ് ടീപ്പോയ്മേൽ വച്ചിട്ട് അയാൾ തുടർന്നു. എന്നെ അവർ 3 തവണ ജയിൽ മാറ്റി, അല്ലെങ്കിൽ ഞാനിപ്പോൾ വലിയൊരു മരമായേനെ. അവനെല്ലാം തമാശയാണ് ഛോട്ടി മേം സാബ്. റുഖയ ബീവി വാത്സല്യത്തോടെ പരാതിപ്പെട്ടു. ഒരു കുറ്റവും ചെയ്യാതെ 15 കൊല്ലം അകത്ത് കിടന്നവനാണ്. വല്ല കൂസലുമുണ്ടോ എന്ന് നോക്ക്. പുറത്തെ ലോകവും തടവറയാണ് ഉമ്മി. സൂക്ഷിച്ചു നോക്കിയാൽ അഴികൾ കാണാം, ഇജാസ് പറഞ്ഞു. എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു കടൽ തിരയടിച്ചു തുടങ്ങി. 15 കൊല്ലത്തിനിടയിൽ ഇജാസ് ഒരിക്കൽ പോലും കോമ്പൗണ്ടിന് പുറത്തിറങ്ങിയില്ലേ? നിസാം ചോദിച്ചു. ഹൈദരാബാദിലും മുംബൈയിലും ലക്നൌവിലും ഒക്കെയായിട്ടായിരുന്നു കേസുകൾ. ഒരു കോടതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ പുറത്തിറങ്ങാതെ പറ്റില്ലല്ലോ. പരോൾ കിട്ടിയതേയില്ല? നിസാം സഹതാപത്തോടെ ചോദിച്ചു. ഭയ്യ ജയിലിൽ കിടന്ന് മരിച്ചപ്പോൾ മയ്യത്ത് നമസ്കാരത്തിന് ഒരു ദിവസം കിട്ടി. പിന്നെ പരീക്ഷാ തീയതികളിലും. ഏതോ മുറിവിൽ ഉപ്പുവെള്ളം പുരണ്ട് നീറി എനിക്ക്. 15 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് എൻ്റെ മോൻ ഈ നാടും വീടുമൊക്കെ കാണുന്നത് ഛോട്ടാ സാബ്. റുഖയ ബീവി വിതുമ്പിപ്പോയി. മുറിയിൽ സാന്ദ്രമായ നിശബ്ദത നിറഞ്ഞു. 15 കൊല്ലം. തിരിച്ചു വന്നപ്പോൾ ലോകം ഒരുപാട് മാറിയില്ലേ? ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ചോദിച്ചു. മാറിയില്ലേ എന്നോ? അയാൾ അക്സയുടെ മുടിയിഴകൾ തലോടി. ഞാൻ പോയ ലോകം വേറെ, ഇത് വേറെ. മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, ലാപ്ടോപ്പ്, മെട്രോ, ഷോപ്പിംഗ് മാളുകൾ. ഞാൻ അകത്ത് പോകുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയപ്പോൾ എന്തു തോന്നി? ഞാൻ കുറ്റബോധത്തോട് ചോദിച്ചു. ഉരശിമ തരോയെ പോലെ തോന്നി. അയാൾ നെടുവീർപ്പിട്ടു. അക്സ തല ചെരിച്ച് അയാളെ നോക്കി. അയാൾ അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. പിന്നീട് അയാൾ അവളോടെന്നപോലെ ആ കഥ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഉരശിമ തരോയുടെ കഥ ആദ്യമായി കേട്ടത്. അക്സ മാത്രമല്ല, ഞാനും നിസാമും റുഖയ ബീവിയും എലീസയും ഒരുപോലെ അയാളുടെ കഥയിൽ മുഴുകി.
ഓദോഹൈരും രാജകുമാരി കൊടുത്ത ടമാത്തി ബാക്കോയിൽ ഉരശിമ തരോയുടെ വാർദ്ധക്യമായിരുന്നു എന്ന് കേട്ടപ്പോൾ അക്സ ചോദിച്ചു, വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ എന്താ മാമ? അയാൾ ഒരു വയസ്സനായി അഭിനയിച്ച് കാണിച്ച് അവളെ ചിരിപ്പിച്ചു. അവളെ ഒന്നുകൂടി ഉമ്മ വച്ച് അവളുടെ കുഞ്ഞി കൈപ്പത്തികൾ സ്വന്തം കവിളിൽ ചേർത്ത് അവയുടെ മാർദ്ദവം അനുഭവിച്ച് കണ്ണടച്ചു. പിന്നീട് മുഖമുയർത്തി നിസാമിനോട് പറഞ്ഞു, നിസാം സാബ്, ഒരു കാര്യം അറിയുമോ? ജയിലിൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്തത് കുഞ്ഞുങ്ങളെയാണ്. 15 കൊല്ലമായി ഞാനൊരു കുഞ്ഞിൻ്റെ കണ്ണിൽ നോക്കിയിട്ടും കയ്യിൽ തൊട്ടിട്ടും. തലയ്ക്ക് മേൽ മന്ത്രവടി ഉഴിയപ്പെട്ടതുപോലെ ഞാൻ അയാളിൽ മയങ്ങിയിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അവനെ സ്വതന്ത്രനായി കാണാൻ അവൻ്റെ അബ്ബ എത്ര കൊതിച്ചതാണ്. റുഖയ ബീവി പിന്നെയും കരഞ്ഞു. അലി ഭയ്യ പോയത് എൻ്റെ കയ്യിൽ കിടന്നാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ശരീരത്തിൻ്റെ അവസാനത്തെ ചൂടുണ്ട്. നിസാം ഒന്ന് നെടുവീർപ്പിട്ടു. മരണവാർത്ത അന്ന് തന്നെ ഇജാസ് അറിഞ്ഞിരുന്നോ? ഇജാസ് ഹക്സയുടെ കയ്യിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇല്ല നിസാം സാർ, ആരും അറിയിച്ചില്ല. പക്ഷേ അബ്ബ പോയെന്ന് എനിക്ക് പിറ്റേന്ന് തന്നെ മനസ്സിലായി. എങ്ങനെ? ഞാൻ മുന്നോട്ടാഞ്ഞു. വെള്ളിയാഴ്ച ലക്നൗ കോടതിയിൽ ഒരു കേസിൻ്റെ വിധി പറയാൻ വച്ചിരുന്നു. അന്ന് അബ്ബ വന്നില്ല. വിധി ദിവസം അബ്ബ വന്നില്ലെങ്കിൽ ഒന്നുകിൽ കിടപ്പിലായിരിക്കണം, അല്ലെങ്കിൽ മരിച്ചു കാണണം. അയാൾ കണ്ണുകൾ ഉയർത്തിയത് എൻ്റെ കണ്ണുകളിലേക്കാണ്. മരിച്ചു എന്ന് തന്നെ മനസ്സു പറഞ്ഞു. അടുത്ത കേസിൻ്റെ അവധിക്ക് ഞാനും ഇഷയും കൂടിയാണ് പോയത്. ഞങ്ങളെ കണ്ടപ്പോൾ അവൻ ആദ്യം ചോദിച്ചത് അബ്ബ എപ്പോഴാണ് പോയത് എന്നാണ്. റുഖയ ബീവി കണ്ണുകൾ തുടച്ചു. ഉമ്മിയോട് ഇനി കോടതിയിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞു. ഒരേ ഷോക്ക് 2 പ്രാവശ്യം സഹിക്കാൻ എനിക്ക് ശേഷിയില്ല. ഇജാസ് ചിരിച്ചപ്പോൾ എൻ്റെ മനസ്സ് വെള്ളം കയറി നനഞ്ഞ കടലാസ് തോണിയായി. ഞാൻ അയാളുടെ മുഖത്ത് കണ്ണുകൾ നട്ടിരുന്നു. ഇനി എന്ത് ചെയ്യാനാണ് പ്ലാൻ? നിസാം വിഷയം മാറ്റാൻ ചോദിച്ചു. 8ാം ക്ലാസ് മുതൽ മോഹം സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകണമെന്നായിരുന്നു. ഇനി അത് നടപ്പില്ല. നെറ്റ് എഴുതണമെന്നുണ്ട്. കഴിയുമെങ്കിൽ PhD ചെയ്യണമെന്നും. ഏത് വിഷയത്തിലാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്? ഞാൻ ചോദിച്ചു. കുറേ നാളായി മനസ്സിലൊരു വിഷയമുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും ഇന്ത്യയിലെ മതതീവ്രവാദത്തിൻ്റെ വളർച്ചയും. ഞാൻ സ്തബ്ധയായി. പക്ഷേ ഇവിടെ വന്നപ്പോൾ മറ്റൊരു ഐഡിയ തോന്നുന്നു. അയാൾ ഫെയറി ടെയിൽസ് പുസ്തകം ഉയർത്തിക്കാണിച്ചു. സ്ലീപ്പ് ആസ് എ പൊളിറ്റിക്കൽ മെറ്റഫർ ഇൻ ഫെയറി ടെയിൽസ്. എനിക്ക് രോമാഞ്ചമുണ്ടായി. ആരോ സ്പർശിച്ചതുപോലെ മാറിടങ്ങൾ തരുതരുത്തു. എന്നുവെച്ചാൽ എലീസയെ ചുമലിലിട്ട് താളം കൊട്ടിക്കൊണ്ട് നിസാം ചോദിച്ചു, നോക്കൂ, ഓരോ യക്ഷിക്കഥയും അതത് പ്രദേശത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഫെയറി ടെയിൽ ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം ഈ കഥകൾ എങ്ങനെയാണ് നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നത് എന്ന്. അധികാരവാഞ്ച, സ്വാർത്ഥത, എങ്ങനെയെങ്കിലും തൻ്റെ കാര്യം നേടിയെടുക്കണമെന്ന പാഠം, ഇതൊക്കെയാണ് യക്ഷിക്കഥകളിലൂടെ നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുത്തിവയ്ക്കുന്നത്. അയാൾ എനിക്ക് നേരെ തിരിഞ്ഞു. എൻ്റെ ഒരപേക്ഷയാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് സ്നോ വൈറ്റും സ്ലീപ്പിംഗ് ബ്യൂട്ടിയും പോലെയുള്ള ഫെയറി ടെയിൽസ് വായിച്ചു കൊടുക്കരുത്. സ്നോ വൈറ്റ്, സ്ലീപ്പിംഗ് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്, സിൻഡ്രല്ല, ഇതൊന്നും വായിക്കാതെ ഒരു കുട്ടിയുടെ ജീവിതം പൂർണ്ണമാകുമോ? ഞാൻ തലയിൽ നിന്ന് ഊർന്ന ദുപ്പട്ട നേരെയാക്കുന്നതിനിടയിൽ ചോദിച്ചു. സ്ലീപ്പിംഗ് ബ്യൂട്ടിയിലും സ്നോ വൈറ്റിലും യഥാർത്ഥത്തിലുള്ള മെസ്സേജ് എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് നോർമലൈസേഷൻ ഓഫ് റേപ്പ്. താല്പര്യം തോന്നുന്ന ഒരു സ്ത്രീ ഉറങ്ങുകയാണെങ്കിലും അവർക്ക് കൺസെൻറ്റ് നൽകാനുള്ള മാനസികമായ പക്വതയില്ലെങ്കിലും പുരുഷന് അവളെ ചുംബിക്കാൻ അധികാരമുണ്ട് എന്നാണ് ആ കഥകൾ പഠിപ്പിക്കുന്നത്. ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റിൽ സ്ത്രീയുടെ പിതാവിൻ്റെ സ്വാതന്ത്ര്യത്തിന് പകരം വിൽക്കാവുന്നതാണ് മകളുടെ സ്വാതന്ത്ര്യമെന്ന്. സിൻഡ്രല്ല കഥ പഠിപ്പിക്കുന്നതോ അധികാരത്തിൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ സമ്പത്തിൻ്റെയോ മേൽജാതിയുടെയോ ഗ്ലാസ് സ്ലിപ്പർ തെളിവായി ആവശ്യമാണെന്ന്. കമോൺ ഇജാസ്, കഥയെ കഥയായി കണ്ടാൽ പോരെ? സ്വന്തം ഭാര്യയോട് ചുംബനത്തെയും റേപ്പിനെയും കുറിച്ച് മറ്റൊരുത്തൻ സംസാരിച്ചതിലുള്ള മുഷിച്ചിലോടെ നിസാം ചോദിച്ചു. ഇജാസിന് മറുപടി പറയാൻ കഴിയുന്നതിന് മുമ്പ് നിസാമിൻ്റെ അബ്ബയും പിന്നാലെ അദ്ദേഹത്തിൻ്റെ പുതിയ കാര്യസ്ഥൻ ഫാരിസും കടന്നു വന്നു. റുഖയ ബീവി ചാടി എഴുന്നേറ്റു. അക്സയ്ക്ക് ഒരു ഉമ്മ കൂടി കൊടുത്ത് താഴെ നിർത്തിയതിന് ശേഷം ഇജാസും എഴുന്നേറ്റു. നിസാമിൻ്റെ അബ്ബ നിന്നുകൊണ്ടാണ് അവരോട് സംസാരിച്ചത്. എന്നാണ് വന്നത്, ജോലി വല്ലതും വേണമെങ്കിൽ പറയണം, നാട്ടിലേക്ക് എന്ന് പോകുന്നു എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഫാരിസിനോട് ആംഗ്യം കാട്ടി. ഫാരിസ് ഒരു പൊതി ഇജാസിൻ്റെ കയ്യിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. ഇജാസ് പിന്നോക്കം മാറി. ഇജാസ് അത് നിരസിച്ചത് അബ്ബയ്ക്ക് അമർഷമുണ്ടാക്കി. വേണ്ടെങ്കിൽ വേണ്ട ഫാരിസ് എന്ന് നീരസത്തോടെ കൽപ്പിച്ച് അബ്ബ അകത്തുപോയി. തൊട്ടു പിന്നാലെ ഫാരിസും പിറകെ നിസാമും നിഷ്ക്രമിച്ചു.
റുഖയ ബീവി നിസ്സഹായയായി നിന്നു. പഠിക്കാനും ഗവേഷണം നടത്താനും പണം വേണ്ടി വരില്ലേ, വാങ്ങാമായിരുന്നില്ലേ എന്ന് ഞാൻ വല്ലായ്മയോടെ ചോദിച്ചു. ഇജാസ് മുഖമുയർത്തി ആകാശത്ത് നോക്കി നിന്നു. ഞാനും മുകളിലേക്ക് നോക്കി. ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തമായി ആകാശത്ത് കടലിലെ ഒരു നീണ്ട തിര ഒറ്റയ്ക്ക് നീന്തുന്നത് കണ്ടു. കാറ്റിന് സ്വയം സമർപ്പിച്ച് കടലിനെ മറികടന്ന ഒരു തിരയാണ് അതെന്ന് എനിക്ക് തോന്നി. ആ തിരയോടെന്നതുപോലെയാണ് അയാൾ സംസാരിച്ചത്. നാട്ടിലെ പണക്കാരനെ നോമ്പുതുറക്കി വിളിച്ച ദർവീഷിൻ്റെ കഥ അറിയില്ലേ? ദർവീഷിൻ്റെ വീട്ടിൽ വെറും ഉണക്ക റൊട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണക്കാരന് വലിയ സഹതാപമുണ്ടായി. ഒരു സ്വർണ്ണക്കിഴി ദർവീഷിന് സമ്മാനിച്ചു. ദർവീഷ് അത് മടക്കി കൊടുത്തു. എന്നിട്ട് ഖിബിലയ്ക്ക് നേരെ കുമ്പിട്ട് ഉറക്ക പ്രാർത്ഥിച്ചു. എന്താണെന്നറിയാമോ? ഇല്ല. അള്ളാ, ദാരിദ്ര്യത്തിൻ്റെ അന്തസ്സിന് അർഹരാണ് ധനികരെന്ന് ഞാൻ വിചാരിച്ചതിന് എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുതേ. റുഖയ ബീവിയുടെ കയ്യിൽ പിടിച്ച് അയാൾ പുറത്തേക്ക് നടന്നപ്പോൾ ഞാൻ പകച്ചുപോയി. പിന്നീട് ഞാൻ സ്വപ്നത്തിലെന്നോണം അക്സയെയും കൊണ്ട് വാതിൽക്കലോളം ചെന്നു. എനിക്ക് അയാളോട് സംസാരിച്ച് മതി വന്നിരുന്നില്ല. പടിക്കെട്ടിറങ്ങുമ്പോൾ അയാൾ തിരിഞ്ഞു നിന്നു. കഥയെ കഥയായി മാത്രം കാണരുത്. അയാൾ പറഞ്ഞു. എൻ്റെ രോമങ്ങൾ എഴുന്നു. ഓരോ കഥയിലും ഒരു രഹസ്യ സന്ദേശമുണ്ട്. എ പൊളിറ്റിക്കൽ സീക്രട്ട്. അയാൾ എൻ്റെ കണ്ണുകളിൽ ഉറ്റുനോക്കി ചിരിച്ചു. അയാൾ എനിക്ക് സമർപ്പിച്ച അമാനത്ത് ഏറ്റെടുക്കാൻ ഞാൻ വിസമ്മതിച്ചില്ല. ദുപ്പട്ട ഊർന്ന് ശിരസ് ദൃശ്യമായത് കാര്യമാക്കാതെ ഞാൻ അവർ പുൽത്തകിടി കടന്ന് ഗേറ്റിലേക്ക് നീങ്ങുന്നത് നോക്കി നിന്നു. അയാൾ പോയപ്പോൾ എനിക്ക് വലിയ ശൂന്യത അനുഭവപ്പെട്ടു. 4 കൊല്ലത്തെ വിവാഹ ജീവിതത്തിന് ശേഷവും ഞാൻ സാപ്പിയോ സെക്ഷുവൽ ആയി തുടരുന്നു എന്ന സത്യത്തോട് വ്യസനത്തോടെയാണെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ടു. ഇജാസ് പറഞ്ഞ ഉരശിമ തരോയുടെ കഥ എൻ്റെ ഉറക്കം കെടുത്തി. കണ്ടിട്ടുള്ള മനുഷ്യരെല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ വിധത്തിൽ ഉരശിമ തരോ ആകുന്നു എന്നു ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ പൊളിറ്റിക്കൽ ആയതൊക്കെ പേഴ്സണൽ ആയത് പൊളിറ്റിക്കലും. പക്ഷെ പേഴ്സണലും പൊളിറ്റിക്കലും മാത്രമെന്ന് വിചാരിച്ചതെല്ലാം അടിസ്ഥാനപരമായി റിലീജിയസ് ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം പഴയ ഫിദ ആവിയായി. പ്രണയത്തിൻ്റെ കടലിനടിയിൽ 4 ഋതുക്കൾ കാവൽ നിൽക്കുന്ന 4 കവാടങ്ങളുള്ള മാന്ത്രിക കൊട്ടാരത്തിൽ നിന്ന് മടങ്ങി വന്നതിൽ പിന്നെ കഴിഞ്ഞതെല്ലാം സ്വപ്നം മാത്രമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടെങ്കിലും ഇജാസിനെ മറക്കാനോ അയാളോട് പൊറുക്കാനോ എനിക്ക് സാധിച്ചില്ല. ഇടയ്ക്കൊക്കെ ഞാൻ അലമാരയിൽ നിന്ന് അയാളുടെ മുക്കാലും പൂർത്തിയായ ഗവേഷണ പ്രബന്ധം എടുത്തു വായിച്ചു. അപ്പോഴൊക്കെ അതായിരുന്നു ആ ബന്ധത്തിൽ എൻ്റെ ടമാത്തി ബാക്കോ എന്ന് ഞാൻ വിശ്വസിച്ചു. അതിൽ നിന്ന് പുറത്തു ചാടിയ ഹൃദയവേദനയുടെ വെളുത്ത പുകയിൽ ഒരുവൾ പടുവൃദ്ധയായി മാറുന്നതെങ്ങനെ എന്ന് ഞാൻ നിരന്തരം അനുഭവിച്ചു. മനുഷ്യർ പ്രേമിക്കുന്നത് ഒരു യക്ഷിക്കഥ അനുഭവിക്കാനുള്ള വെമ്പൽ കൊണ്ടാണ്. പ്രേമിച്ചപ്പോഴൊക്കെ ഞാനും ഉദാത്തവും അനശ്വരവുമായ ഒരു യക്ഷിക്കഥയുടെ സാധ്യതകളാണ് തിരഞ്ഞത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ തലമുറയെ ആഹ്ലാദിപ്പിക്കാൻ എനിക്ക് ഒരു മാന്ത്രിക വിസ്മയം ആവശ്യമുണ്ടായിരുന്നു. ഒരു പുതിയ യക്ഷിക്കഥ. പറക്കുന്ന കാടുകളും നടക്കുന്ന പർവ്വതങ്ങളും പൊട്ടിച്ചിരിക്കുന്ന പക്ഷിമൃഗാദികളും കലഹിക്കാത്ത മനുഷ്യരുമുള്ള രാജ്യം സാധ്യമാക്കുന്ന ഒരെണ്ണം. അങ്ങനെയൊരു കഥയുണ്ടാക്കാൻ എൻ്റെ ഹൃദയം തുടിച്ചു. ജീവനും പൗരത്വവും പണയം വെച്ച് പഴയ സോവിയറ്റ് യൂണിയനിലെ ആ വിദൂര ഗ്രാമത്തിലേക്ക് പുറപ്പെടാൻ ഞാൻ നിർബന്ധിതയായി. ഏതു പ്രായത്തിലും എന്തെങ്കിലും ഒരു മാന്ത്രികത അനുഭവിക്കൽ എല്ലാ മനുഷ്യരുടെയും മൗലികാവകാശമാണ്. ഉറക്കിക്കിടത്തുന്നതല്ല, ഉണരാൻ പ്രേരിപ്പിക്കുന്നത്. ഈ വായിച്ച അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഒരുപക്ഷെ നമുക്ക് കൂടുതൽ പരിചയമുള്ളൊരു വാക്യമാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഈസ് പേഴ്സണൽ എന്നത്. മീരയുടെ മുൻകാല നോവലുകളിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സ്പർശിക്കുന്ന പല രാഷ്ട്രീയ പ്രശ്നങ്ങളും, വളരെ ആഴമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ വ്യക്തികളുടെ വൈകാരിക സംഘർഷങ്ങളുടെ ഒരു അനുഭവ ഭൂമികയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഒരു ആഖ്യാന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴാകട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൗരത്വം എന്ന പ്രശ്നമാണ് ഈ നോവലിൻ്റെ ഒരടിസ്ഥാന ശിലയാക്കുന്നത്. പക്ഷേ ഒരു തുടക്കം എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, 2020 പൗരത്വ പ്രശ്നം തുടങ്ങി നമ്മളിപ്പോൾ 5 വർഷം പൗരത്വ പ്രശ്നത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെയൊരു പ്രശ്നം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട് എന്ന് ആളുകൾ ഒട്ടൊക്കെ മറക്കുകയും ചെയ്തിരിക്കുന്നു.
ഇപ്പോൾ മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം അവിടെ ഇവിടെയായി കൊടുക്കുന്നുണ്ട്. ചിലതൊക്കെ അത് നൽകി കഴിഞ്ഞു. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന യുക്തിയെ തകർക്കുന്ന ഒന്നാണത്. പക്ഷേ ആളുകൾ പതുക്കെ പതുക്കെ അതിനെ വിസ്മൃതിയിലേക്ക് ഉപേക്ഷിച്ച് കഴിഞ്ഞു. അത്തരമൊരു സന്ദർഭത്തിൽ ഈ നോവലിലെ ഇങ്ങനെ ഒന്നിൽ നിന്ന് ഈ നോവലിലേക്ക് കടക്കാനുള്ള പ്രേരണ എന്തായിരുന്നു? പൗരത്വ നിയമം എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് കേവലം കുറച്ച് അഭയാർത്ഥികളുടെ പൗരത്വ പ്രശ്നം മാത്രമായിട്ടാണ്. വാസ്തവത്തിൽ അത് മറ്റൊരു സംഗതിയെ ഒളിച്ച് ചതിയിലൂടെ നടപ്പാക്കുകയായിരുന്നു. അതാണ് ഇന്ത്യയെ ഒരു പ്രത്യേക മതത്തിൻ്റെ, അതായത് ഹിന്ദു രാഷ്ട്രമാക്കുന്ന ഒരു പദ്ധതിയുടെ മറ്റൊരു പേരായിരുന്നു അത്. അന്നുവരെ ഇന്ത്യയുടെ പൗരത്വത്തിന് മതം ഒരു ഘടകമേ ആയിരുന്നില്ല. പക്ഷേ ഈ നിയമം പാസ്സായതിനു ശേഷം പൗരത്വം ലഭിച്ചവരൊക്കെ നോൺ മുസ്ലിംസ് ആയിരുന്നു എന്നുള്ള ഒറ്റ കാര്യം മതി രാജ്യം ഒരു പ്രത്യേക മതരാഷ്ട്രമായി തീർന്നു എന്നുള്ളതിൻ്റെ സത്യം മനസ്സിലാക്കാൻ. ഇത് ഈ ഗവൺമെൻറ്, ഈ BJP ഗവൺമെൻറ് ഇങ്ങനെ തന്നെയാണ് മുമ്പും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യൻ പരമാധികാര രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട തൂണുകളെല്ലാം തകർത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന് നോട്ട് നിരോധനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കേവലം ഏതാനും കറൻസികൾ പിൻവലിച്ചത് മാത്രമല്ല. അത് രാജ്യം കണ്ട ഏറ്റവും വലിയ കള്ളപ്പണം അലക്കി വെളുപ്പിക്കലും ഏറ്റവും വലിയ കോർപ്പറേറ്റ് പ്രീണനവും ഏറ്റവും വലിയ രീതിയിൽ അഴിമതി, അത് വെച്ചാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതൽ അസറ്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ GST കൊണ്ടുവന്നത് ഫെഡറലിസത്തിൻ്റെ കടക്കി വെച്ച ശരിക്കുമുള്ള ഏറ്റവും വലിയ മഴുവായിരുന്നു. അതിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് പൗരത്വവും അവർ കൊണ്ടുവന്നത്. അത് അങ്ങനെ ആയിരിക്കുന്നിടത്തോളം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നതൊരു അത്യാവശ്യ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ നോവലിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ നോവലിൻ്റെ ആഖ്യാന ഘടനയ്ക്കുള്ളിൽ അതിൻ്റെ ആഖ്യാനപരമായൊരു അടിത്തറ എന്ന നിലയിൽ ഈ യക്ഷിക്കഥ എന്നൊന്നിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. വാസ്തവത്തിൽ ഭാവനയുടെ രണ്ട് വളരെ വ്യത്യസ്തങ്ങളായ പ്രകാരങ്ങളാണ് നോവലും യക്ഷിക്കഥയും. യക്ഷിക്കഥ പൊതുവെ യുക്തിപരമായ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്തതോ സാമൂഹിക ബന്ധങ്ങളെ വിശദീകരിക്കേണ്ടതില്ലാത്തതോ ആയ പൊതുവിൽ ഭാവനയ്ക്ക് ഏതു സ്വാതന്ത്ര്യവുമുള്ള ഒരു വഴിയാണ് ഈ യക്ഷിക്കഥയുടേത്. നോവലുകൾ അങ്ങനെയല്ല. അതിൻ്റെ സ്ഥലരാശികൾക്ക് താരതമ്യേന വ്യക്തത വേണം, കഥാപാത്രങ്ങൾക്ക് മൂർത്തത വേണം, സംഭാഷണങ്ങൾക്ക് സന്ദർഭമായി ബന്ധം വേണം, അങ്ങനെ പലതും വേണം. ആ നിലയ്ക്ക് നോക്കിയാൽ രണ്ട് ആഖ്യാന രീതികൾ എന്ന നിലയ്ക്ക് നോവൽ ഒരു വശത്തേക്കും യക്ഷിക്കഥ മറ്റൊരു വശത്തേക്കുമാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഇവയെ രണ്ടിനെയും കൂട്ടിയിണക്കി നോവലിൻ്റെ ഒരു ആധാരശിലയായിട്ട് യക്ഷിക്കഥയെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഏതു തരത്തിലുള്ള രചനാപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ അതിലുണ്ട്? സുനിൽ പറഞ്ഞത് നോവലും യക്ഷിക്കഥയും എന്നാണ്. ഞാനതിനെ ജീവിതവും യക്ഷിക്കഥയൊന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെക്കാൾ വലിയൊരു യക്ഷിക്കഥ വേറെയുണ്ടോ? 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്ന വായിക്കുന്ന പല റിപ്പോർട്ടുകളും എന്തെല്ലാം തരത്തിൽ ഈ 75 കൊല്ലം പ്രായമായ, അതായത് ഒരു നൂറ്റാണ്ട് തികയ്ക്കാൻ പോകുന്ന ഈ പരമാധികാര രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശില്പികൾ സ്വപ്നം കണ്ട ആശയങ്ങളെയും ആദർശങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവയെല്ലാം വളരെ നിസ്സാരമായി സമാധിയിരുത്തുന്ന ഒരു സംഗതിയായി മാറിയില്ലേ? അതുകൊണ്ട് യക്ഷിക്കഥ എന്നത് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ വാസ്തവത്തിൽ എങ്ങനെയാണ് യക്ഷിക്കഥ ഉണ്ടായത്? ഒരു പ്രത്യേക സമൂഹത്തിന് ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഓരോ സമൂഹത്തിനും ഒരു യക്ഷിക്കഥയുടെ ഫെയറി ടെയിലിൻ്റെ ആവശ്യം എങ്ങനെയാണ് ഉണ്ടായത്? അത് തീർച്ചയായും
ആ പ്രത്യേക സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ഭാവിയെ പറ്റിയുള്ള ആശയങ്ങളും തലമുറയായിട്ട് പകരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഓരോ തലമുറയും പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടതായ അല്ലെങ്കിൽ അവർ വരുത്തുന്നതായ ചില മാറ്റങ്ങൾ അതിൽ ഉൾച്ചേർന്നിരിക്കും. അപ്പോൾ ഈ കഥകളൊക്കെ തന്നെയും ഈ കഥകളെപ്പറ്റി പഠിച്ചു പോകുമ്പോൾ ഞാൻ ആദ്യം ഇത് സത്യത്തിൽ ഇതിങ്ങനെ തുടക്കം ഇട്ടത് വലിയ രസകരമായൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് കുറച്ച് കഥകൾ എഴുതി വെച്ചിരുന്ന ഒരു കഥയുണ്ട്. അത് പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാണ്. ഞാൻ ഗർഭിണിയായിരിക്കെ ഞാൻ എഴുത്തുകാരിയൊന്നും ആവണമെന്ന് ആഗ്രഹമില്ലാതിരുന്നൊരു കാലത്ത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എഴുതാനും സാഹിത്യത്തിലൊക്കെ താല്പര്യം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ കുറച്ച് കഥകളൊക്കെ എഴുതാൻ തീരുമാനിച്ചു. അന്ന് കിട്ടിയ ഒരു നോട്ട്ബുക്കിലാണ് ഞാനിത് എഴുതി വച്ചിരുന്നത്. പിന്നീട് വളരെ കാലത്തിന് ശേഷം ഞാൻ എഴുതാൻ തീരുമാനിച്ച സ്ഥിതിയിൽ അവൾക്ക് 2-3 വയസ്സുള്ളപ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ നോട്ട്ബുക്ക് കാണാതാവുകയും പിന്നെ ഞാനത് കഷ്ടപ്പെട്ട് ഒരു രാത്രി മുഴുവൻ തപ്പിയെടുക്കുകയും ചെയ്തൊരു കഥയുണ്ട്. ആ ബുക്ക് ഈയിടെ ഞാൻ വീണ്ടും കണ്ടു. അത് വീട്ടിലൊരു കുട്ടി വന്നപ്പോൾ ആ ബുക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ കുറച്ച് നാൾ കൂടി ആ ബുക്ക് ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ റിപ്പ് ആൻഡ് വിങ്കിൾ എന്നെഴുതിയിരുന്നു. അപ്പം ഞാൻ റിപ്പ് ആൻഡ് വിങ്കിളിൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. റിപ്പ് ആൻഡ് വിങ്കിൾ വിറക് വെട്ടാൻ പോയി, അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി, തിരിച്ചു വന്നപ്പോഴേക്കും രാജ്യമാകെ മാറിപ്പോയി. ഇതാണ് ആ കഥ. ഞാൻ റിപ്പ് ആൻഡ് വിങ്കിളിൻ്റെ കഥ എങ്ങനെയുണ്ടായി എന്ന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഒരു ഉറങ്ങിപ്പോവുകയും തിരിച്ചു വരുമ്പോൾ തൻ്റെ രാജ്യം തൻ്റേതല്ലാതാവുകയും ചെയ്യുന്ന ഒരു കഥ നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് അല്ലെങ്കിൽ 1000 വർഷങ്ങൾ മുമ്പ് തന്നെ 2500 വർഷത്തിന് മുമ്പുള്ള ഉരഷിമ എന്നും പറയാറുണ്ട് ജാപ്പനീസിൽ. അതാണ് ഏറ്റവും പഴക്കമേറിയ യക്ഷിക്കഥ എന്നാണ് പറയുന്നത്. എന്തിനായിരിക്കും ആ കാലത്തെ ഒരു സമൂഹം ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുത്ത് തങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കാത്തുനിന്നത്? ആ കഥയുടെ ആ കഥ ഒരു പ്രോട്ടോടൈപ്പ് ആവുകയും എല്ലാ ദേശങ്ങളിലും കാലത്തും എല്ലാ ഭാഷകളിലും ഇങ്ങനൊരു കഥ ഉണ്ടാവുകയും ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു അന്വേഷണമാണ് സത്യത്തിൽ യക്ഷിക്കഥയുടെ നമ്മളൊക്കെ ജീവിക്കുന്നത് യക്ഷിക്കഥയാണെന്ന് നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ പ്രധാനമായിട്ട് ഇന്നത്തെ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് ഒക്കെ നമ്മളെ ജീവിപ്പിക്കുന്നത് ആ യക്ഷിക്കഥയാണെന്ന് എനിക്ക് പറയാൻ സങ്കടമുണ്ട്, വളരെ ലജ്ജയുണ്ട്. എന്നാലും എനിക്ക് തുറന്ന് പറയാതെ വയ്യ. നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ആ യക്ഷിക്കഥയുടെ തീർത്തും അന്തസാരശൂന്യമായ ചില സംഗതികൾക്ക് വേണ്ടി ജീവിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്, മുറിവേൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഈ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉറക്കം എന്നൊരാശയമാണ്. ഉറക്കത്തെ ഒരു രാഷ്ട്രീയ രൂപകമായി കാണാം എന്നൊരു കാര്യം. അത് എന്താ പറയുക, പഴയ പ്രാചീനമായ കഥകളിൽ നിന്ന് നമ്മുടെ കാലത്തേക്ക് വരെ തുടരുന്നു. എനിക്കൊരു അനുഭവം ഉള്ളത് ഞാൻ പറയാം. ഞാൻ മദ്രാസിലൊരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരശ്ശേരി മാഷ്, സാനു മാഷൊക്കെ ഉണ്ട്. അപ്പോൾ സാനു മാഷ് കരശ്ശേരി മാഷ് സംഭാഷണ മധ്യേ ചേകന്നൂർ വധത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നാലെ സംസാരിച്ച സാനു മാഷ് ആൻ്റിഗണിയിൽ നിന്നൊരു വാക്യം പെട്ടെന്ന് ഉദ്ധരിക്കുന്നു: ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ നമുക്ക് മരിച്ചവരോട് ഉത്തരവാദിത്വമുണ്ട്. ആ വാക്യം 2500 വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മുടെ നാട്ടിലൊരു കൊലയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്ന് തൊടുന്നു എന്നതുപോലെയാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ഒരു യക്ഷിക്കഥയിലെ ഉറക്കം നമ്മുടെ കാലത്തിലേക്ക് മറ്റൊരു നിലയിൽ വന്ന് ചേരുന്നത്. ഇന്ന് ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരെയും കൂടി ചേർത്ത് പറയാവുന്നൊരു സംജ്ഞയായിട്ട് പോലും മാറിയിരിക്കുന്നു. കുംഭമേള അവിടെ നടക്കുന്നു, കോടിക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നു. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ പൗരരല്ല എന്ന ഒരു അനീതിയുടെ ഇരയാക്കി മാറ്റപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. ഈ വൈരുദ്ധ്യത്തിൻ്റെ നടുവിലാണ്. അപ്പോൾ സ്ലീപ്പ് ആസ് എ പൊളിറ്റിക്കൽ മെറ്റഫർ എന്ന നിലയിൽ നമ്മുടെ കാലത്തെ വിശദീകരിക്കാൻ അത് ഏത് നിലയിൽ പര്യാപ്തമാകുന്നു എന്നാണ് മീര കരുതുന്നത്? ആ നോവലിലെ ഒരു ത്രെഡാണല്ലോ ആ ആശയം. ഏത് നിലയിൽ എന്ന് ചോദിച്ചാൽ അല്ല, ഏതേത് നിലകളിലാണ്? 2014 ഉറങ്ങാൻ കിടന്ന നമ്മള് മെയ് മാസം പകുതിയോടെ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സംഗതി മാറിയില്ലേ? പിന്നെ നമ്മൾ കാണുന്നതൊക്കെ വേറെയല്ലേ? അതിന് അപ്പുറം എന്താണ്? പിന്നെ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നു, ഉണർന്നു നോക്കുമ്പോൾ രാജ്യം പിന്നെയും മാറിയിരിക്കുന്നു. ഇത് ഏറ്റവും അവസാനം നമ്മൾ എല്ലാം നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഓരോ തരത്തിലുമുള്ള വിശ്വാസങ്ങളുടെ, ആചാരങ്ങളുടെ,
അനുഷ്ഠാനങ്ങളുടെ ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഓരോ തരം എന്താണ് ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ നടത്തുന്ന പ്രസ്താവനകളൊക്കെ വായിക്കുമ്പോൾ നമ്മളിത് ഏത് കാലത്താണെന്ന് അങ്ങനെ തോന്നിയിട്ടില്ലേ? എനിക്കിത് എപ്പോഴും തോന്നുന്നുണ്ട്. ഞാനിത് ഓരോ ദിവസം ലിറ്ററലി ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ എന്താണ് കാണുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി നാളെ എന്താണ് അടുത്ത അടി ഏൽക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്നെ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് മതരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം, അതിന് എത്ര വലിയ മഹത്തായ ഏറ്റവും ഉദാത്തമായൊരു മതമാണ് നിങ്ങൾ പറയുന്നതെങ്കിലും മതരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തെ സ്ത്രീയായിട്ട് ജനിച്ച് ജീവിച്ചിരിക്കുന്നിടത്തോളം എനിക്ക് ഭയമാണ്. കാരണം ഒരു മതം അതിൻ്റെ ഈ മതരാഷ്ട്രങ്ങളൊന്നും നിങ്ങളെ സ്വാതന്ത്ര്യം അനുഭവിക്കാനല്ല പഠിപ്പിക്കുന്നത്. നിങ്ങളെ കൂടുതൽ നിയന്ത്രണങ്ങൾ പരിശീലിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. അത് ഏത് മതമാവട്ടെ. അതുകൊണ്ട് എനിക്ക് മതരാഷ്ട്രത്തെ ഭയമാണ്. സ്ത്രീയായി ജീവിച്ചിരിക്കുന്നിടത്തോളം ഒരു മതരാഷ്ട്രത്തിലെ പൗരനായിട്ട് ജീവിക്കാൻ ഇടവരരുതേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. ദുർബലര് ചാരുന്ന ഒരു മതിലെന്ന രീതിയിൽ ഞാൻ ദൈവം എന്ന ആശയത്തെ വീണ്ടും ചാരിപ്പോകുന്നു. ദൈവമേ, എന്നെ ഒരു മതരാഷ്ട്രത്തിലെ പൗരനാക്കരുതേ എന്നെനിക്ക് പ്രാർത്ഥനയുണ്ട്. എൻ്റെ പെൺകുട്ടികളെയും എൻ്റെ പിന്നിൽ വരുന്ന പെൺകുട്ടികൾക്കും അത് അനുഭവിക്കാൻ ഇടവരരുതേ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനപ്പുറം വലിയ മോഹങ്ങളൊന്നും ഒരു പൗരനെന്ന നിലയിൽ ഇപ്പോൾ ഇല്ല. പണ്ടൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്ത്യയെപ്പറ്റി ഞാനൊക്കെ വിചാരിച്ചത്, ഞാനൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ വിചാരം ഞാൻ 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യം വളരെ എല്ലാവരോടും എല്ലാ രീതിയിലും സാഹിത്യം സംസാരിക്കാവുന്ന, ആലങ്കാരിക ഭാഷയിൽ സംസാരിക്കാവുന്ന, വളരെ ധൈഷണികമായ തലത്തിൽ സംസാരിക്കാവുന്ന ഒരു നിലയിൽ നമ്മളൊക്കെ എത്തുമെന്നാണ്. ഇന്ന് നമുക്കറിയാം ആലങ്കാരികത പോയിട്ട് എന്ത് പറഞ്ഞാലും അത് 16-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെക്കാൾ മോശമായി. അപ്പോൾ എനിക്കിപ്പോഴിത് മനസ്സിലായിരുന്നു, ആ യക്ഷിക്കഥ ഉണ്ടാക്കിയ ആളുകളുണ്ടല്ലോ, അവരുടെ ആ ഒരു സംഘം, ആ ഒരു വിഭാഗം എല്ലാ കാലത്തും അധികാരത്തിനെതിരെ പടപൊരുതി നിലനിന്നിരുന്നു. അത് ഒരു മനുഷ്യൻ സമൂഹത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് അവരുണ്ടായിരുന്നത് കൊണ്ടാണ്, അധികാരത്തെ നേരിട്ട് വെല്ലുവിളിക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ടാണ് യക്ഷിക്കഥയിലൂടെ അവർ നമുക്ക് ഈ മുന്നറിയിപ്പ് തന്നുകൊണ്ടിരുന്നത്. ഇത് ആർക്ക് സംഭവിക്കാം, നിങ്ങളൊന്ന് ഉറങ്ങി ഉണരുമ്പോൾ നിങ്ങളെ മാറ്റിമറിച്ചിരിക്കാം. ഇതിലെ പൗരത്വം എന്ന പ്രമേയത്തെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രത്തിനകത്തുള്ള വ്യക്തിയുടെ പൗരത്വം എന്നതിൽ നിന്ന് ഒരു വ്യക്തിയുടെ സ്വാധികാരം എന്നൊരു സങ്കല്പത്തിലേക്ക് മാറ്റിയാൽ, വാസ്തവത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്, വാർദ്ധക്യത്തിലെത്തിയ ഒരാളെ സംബന്ധിച്ച്, ഒരു ദളിതനെ സംബന്ധിച്ച്, ആദിവാസിയെ സംബന്ധിച്ചെല്ലാം പൗരത്വം ചെതറിപ്പോയ ഒരു ലോകമാണ് ഒരർത്ഥത്തിലുള്ളത്. ആ നിലയിൽ പൗരത്വം എന്ന സങ്കല്പത്തിൻ്റെ ഒരു പുനർവിഭാവനം വാസ്തവത്തിൽ ഈ നോവല് ലക്ഷ്യമാക്കുന്നുണ്ട്. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അത്രമേൽ സാധിച്ചെടുക്കുന്നു എന്നുള്ളത് വായനക്കാരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ നമ്മളെ ലോകത്തെവിടെയും ഈ മനുഷ്യത്വം എന്ന് നമ്മളൊക്കെ പറയുന്ന, മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യരെ കുറച്ചുകൂടി ഉദാത്തരാക്കി തീർക്കുന്നത് മനുഷ്യത്വം എന്നൊരു സംഗതിയാണെന്നാണല്ലോ വൈപ്പ്. അതെന്താണെന്ന് നമുക്ക് നിർവചിക്കാൻ എളുപ്പമല്ലെങ്കിലും ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു തരത്തിലുള്ള അളവ് പോലും ബാധകമല്ലാത്ത വിധം, പാലിക്കാത്ത വിധം മിക്ക രാഷ്ട്രങ്ങളിലും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ആ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഭീകരമായൊരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. ഈ പറയുന്ന മനുഷ്യത്വത്തിൻ്റെ ഒരു ബാങ്ക്രപ്സി, ഒരു തകർച്ച. ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആകെ പാപ്പരാകുന്ന ഒരവസ്ഥ. മനുഷ്യത്വത്തിൽ പാപ്പരാകുന്ന ഒരു ജനവിഭാഗമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നമ്മൾ മാറുന്നു എന്നുള്ളത് ശരിക്കും പേടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത് കുറക്കാലം മുമ്പുണ്ടായിരുന്നു. 25 കൊല്ലത്തിന് മുമ്പ് നമ്മളിത് അനുഭവിച്ചിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. അതാണ് എന്നെ അലട്ടുന്നത്. ഇതിൽ ഞാനൊരു മീരയുടെ രചനാ രീതിയെ സംബന്ധിച്ച ഒരു ചോദ്യം കൂടി ഇവിടെ അതായത് പൊതുവെ ഒരു ലീനിയറായ ഒരു കഥയെഴുത്തിൻ്റെ രീതിയിൽ നിന്ന് കുറേ വഴിമാറിയാണ് മീര തുടക്കം മുതലേ സഞ്ചരിക്കുന്നത്. ഒരു കഥ നേർരേഖയിൽ വികസിക്കുന്നു എന്നതിനപ്പുറം പലതരത്തിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്ന് അതിലേക്ക് വന്നു ചേരുന്ന നിരവധി കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരു ആദ്യ വായനയിൽ
ശ്രദ്ധാപൂർവം പിൻപറ്റിയില്ലെങ്കിൽ പലയിടത്തും വെച്ച് കണക്ഷൻ നഷ്ടപ്പെട്ടു പോകാം എന്ന നിലയിൽ വരെ സംഭവങ്ങളുടെ ഒരു പെരുപ്പം നമുക്കതിൽ കാണാനായിട്ട് കഴിയും. അപ്പം അത്തരം ഒരു വായന എഴുത്ത് രീതി പിന്തുടരുമ്പോൾ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ നേരിടുന്ന ഒരു വെല്ലുവിളി വായനക്കാരെ ഇതിൻ്റെ കൂടെ കൂട്ടാൻ എത്രത്തോളം കഴിയുമെന്നൊരു ചോദ്യമാണ്. കാരണം കെട്ടുപിണഞ്ഞ ഈ കഥാതന്തു ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുമ്പോൾ വായനക്കാർക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകാനും തോന്നിക്കൂടായികയില്ല. അപ്പോൾ അതേസമയം മീര ആദ്യ നോവൽ മുതൽ ഇപ്പോൾ വരെ ഈ ഒരു രചനാരീതി പിന്തുടരുന്നുണ്ട്. ഇതിലും അത് ധാരാളം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സങ്കീർണമായ ഒരു കഥയുടെ കെട്ടുപിണയലുകൾ ഒരു ഭാഗത്തും അതേസമയം ആഖ്യാനത്തിൻ്റെ ഒരു എന്താ പറയുക നൈരന്തര്യവും ഇതെങ്ങനെയാണ് കഥയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഞാനിതൊരു എന്താ പറയുക ഒരു രചനാപരമായ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് കൂടി ചോദിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു പുസ്തകവും ആ പുസ്തകത്തിൻ്റെ കഥ മാത്രമാകരുത് എന്നാണ്. ഒരു കഥ മാത്രമായിട്ട് ഒരു കഥയും മാറരുത്. ആ കഥ എന്താണെന്നറിഞ്ഞാലും അതിൻ്റെ ആദ്യമധ്യാന്തം എന്താണെന്നറിഞ്ഞാലും അതിൻ്റെ അനുഭവം അവിടെ ഉണ്ടാവണം. അതത് വായിച്ചാൽ മാത്രമേ വായനക്കാർക്ക് ലഭിക്കാവൂ. ഈ ഒരു സ്വാർത്ഥമായ ഒരു ആഗ്രഹം എനിക്കെപ്പോഴും ഉണ്ട്. പിന്നീട് എൻ്റെ മനസ്സിലുള്ള കഥകളെല്ലാം ഭൂപടങ്ങൾ പോലെ പലതരം ദൃശ്യങ്ങളിലൂടെ ഇങ്ങനെ മുമ്പിൽ തെളിയുന്നതായതുകൊണ്ട് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എപ്പോഴും എൻ്റെ മനസ്സ് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, സത്യമാണ്. ഞാൻ ഒരേ സമയം പലതരം രാജ്യത്തെ സിറ്റിസണായിട്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്നെ ഏറ്റവും വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അസമിൽ നിന്നാണ് ഈ പൗരത്വ പ്രശ്നത്തിൻ്റെ ഒരു തുടക്കം എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ അസമിൽ പോയപ്പോൾ, അസമിൽ പോകാനൊരു കാരണമുണ്ട്. ഈ കഥയിലെ ഇജാസ് അലിയുടെ ജന്മസ്ഥലം അസമാണ്. അപ്പോൾ ഞാൻ അസമിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഗോഹട്ടിയും ഷോണാപൂരും ഒക്കെ ശരിക്കും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അസമിൽ പോകുമ്പോൾ ഞാൻ കാണുന്ന വഴിയിൽ കാണുന്ന ഭിക്ഷക്കാരുടെ എണ്ണം ടൗണിൽ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. കുഞ്ഞുങ്ങളെ എടുത്ത അമ്മമാരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാ തരം പ്രായക്കാരും ഇവരൊക്കെ അഭയാർത്ഥികളായിട്ട് വന്നവരാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഭയങ്കരമായ നിസ്സഹായതയും ഒരു തകർച്ചയുമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരു പ്രത്യേക മതസ്ഥരില്ല, മതമല്ല അവിടെ പ്രശ്നം. നമ്മളെന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം എന്ന് നമ്മൾ പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഹിന്ദുക്കളും ചേർന്നൊരു രാഷ്ട്രം ഉണ്ടാകുന്നതാണ് നമ്മൾ വിഭാവന ചെയ്യുന്നത്. അതിലേക്കാണ് നമ്മളിത് പോകുന്നത്. അതായത് ഹിന്ദു എന്ന മതം ഒരു രാഷ്ട്രമായി തീരുകയാണ്. ഈ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടത്? അതുപോലെ ഈ മതത്തെ തന്നെ പലതായി തിരിക്കുന്ന, ഒരേ മതസ്ഥർ തന്നെ പലതായി നിലനിൽക്കുന്നൊരു കാഴ്ച കൂടി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് സത്യത്തിൽ മനുഷ്യരെ ഒന്നിച്ചു നിർത്തുന്നതിന് പകരം മതം അവരോട് ചെയ്യുന്നത്, മതം നമ്മളോട് ചെയ്യുന്നത്? നമ്മുടെ പൗരാവകാശങ്ങൾക്ക് മേൽ നമ്മൾ വിശ്വാസത്തിന് മേൽക്കൈ കൊടുക്കുമ്പോൾ മനുഷ്യരെന്ന നിലയിൽ നമ്മളോട് എന്താണ് ചെയ്യുന്നത്? ഏത് മതക്കാരോ ആവട്ടെ, നമ്മൾ എന്താണ് സത്യത്തിൽ ചെയ്യുന്നത് നമ്മളോടും മറ്റുള്ളവരോടും? അത് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടിയിരിക്കുന്നു. ഒരു നോവലിനെ സംബന്ധിച്ച് ഇപ്പം നോവലിസ്റ്റുകൾ വ്യാപകമായി നേരിടുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് കൂടി ഞാൻ പറയാം. കാരണം നോവല് എപ്പോഴും ഒരു വലിയ ഭൂപ്രദേശത്തെ, അതിലെ നാനാതരം മനുഷ്യരെ, അവർക്കിടയിലുള്ള കുഴമറിച്ചിലുകളെ ഒക്കെ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളുകയും മറുഭാഗത്ത് അതൊരു വൈകാരിക ആഘാതം ഉളവാക്കുന്ന ഒന്നായി പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ നോവലിൻ്റെ ബൗദ്ധികം എന്ന് വിളിക്കാവുന്ന ഈ ഒരു തലവും നോവലിൻ്റെ വൈകാരികമെന്ന് വിളിക്കാവുന്ന അനുഭവമൂല്യവും, ഈ വൈകാരികമായ അനുഭവമൂല്യമാണ് ഒരു കലാവസ്തുവിനെ അതാക്കി മാറ്റുന്നത്, അല്ലാതെ അതിലുൾപ്പെട്ട ആശയമണ്ഡലമല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുസ്തകത്തിൽ വേറെ വായിക്കാം. ഈ ആശയത്തെ ഒരു വൈകാരിക അനുഭൂതിയാക്കി മാറ്റുക, ഇതിനിടയിൽ സംഭവിക്കുന്ന പ്രക്രിയ. ഇപ്പോൾ ഉദാഹരണത്തിന് പൗരത്വം എന്നൊരു പ്രശ്നം, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇത് നോവലിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഇതിൻ്റെ കഥാസന്ദർഭം, ആഖ്യാന രീതികൾ, കഥാപാത്രങ്ങൾ, ഭാഷണക്രമങ്ങൾ, ഇത് ഭാവന ചെയ്യുന്നതിൻ്റെ ഒരു കെമിസ്ട്രി എന്തായിരുന്നു? അത് ഈ അജ്ഞാതത്തിൻ്റെ അനുഭൂതി അനുഭവിക്കുന്ന പോലൊരു സംഗതി. സുനിലിൻ്റെ പുസ്തകമാണ് അത്. സത്യത്തിൽ അത്
എഴുതാനിരിക്കുന്ന സമയത്ത് നമ്മളത് എങ്ങനെയാണ് ആ പ്രത്യേക രാഷ്ട്രത്തിലേക്ക്, ആ പ്രത്യേക രാജ്യത്തിലേക്ക് നമ്മൾ വീസ എടുക്കേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല. എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നറിയില്ല. അത് ഭാവനയുടേതായ ഒരു പ്രത്യേക ലോകമാണ്. പക്ഷെ ആ ലോകത്ത് എവിടെ യാത്ര ചെയ്യുമ്പോഴും സ്ത്രീ എന്ന പൗരൻ, അവൾ എങ്ങനെയാണ് ഒരു അർത്ഥ പൗരനായി മാറുന്നത് എന്നുള്ളത് വളരെ ചിന്തിപ്പിക്കുന്ന സ്ത്രീയാണ്. പ്രത്യേകിച്ചും ഒരു മുസ്ലിം സ്ത്രീ എന്ന പൗരൻ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം സ്ത്രീയായിട്ട് എന്നെ സങ്കല്പിച്ച് ഒരു നോവൽ എഴുതുന്നത്. കാരണം എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തൊന്നും എനിക്കങ്ങനെ പ്രാക്ടീസിങ് മുസ്ലിംസിൻ്റെ കൂടെ ജീവിക്കാനൊരു അവസരം ഇല്ലാതിരുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ പല കാര്യങ്ങളും എനിക്ക് അറിയുമായിരുന്നില്ല. അത് പഠിച്ചെടുത്തിട്ടാണ് ഞാൻ ഇത് എഴുതാൻ ശ്രമിക്കുന്നതെന്നുള്ളത് കൊണ്ട് അതൊരു വളരെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു വലിയ യാത്രയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ലോകത്തെപ്പറ്റി ഒരു കുറച്ചുകൂടി നിസ്സംഗമായ നിർമ്മമമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നുണ്ട്. ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ക്രമം നമുക്ക് മുമ്പിൽ തിരിഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതല്ലാതെ ഇതെങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകേണ്ടതെന്നൊന്നും എനിക്കന്നറിയില്ലായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് ഇന്ത്യയിൽ തന്നെ ഏത് കുടുംബത്തിനകത്തും അവളുടെ പൗരാവകാശങ്ങൾ എത്രയാണ്, അവരുടെ മൗലികാവകാശങ്ങൾ എത്രയാണെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു സംഗതി തന്നെയാണ് പൗരത്വം. പൗരത്വം എങ്ങനെ നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ വേദനകൾ മനസ്സിലാക്കാൻ ഒരു ഇന്ത്യൻ സ്ത്രീയെ പോലെ വേറെ ആർക്കും പറ്റില്ല. അപ്പം ആ രീതിയിൽ 50% എനിക്ക് എളുപ്പമായിരുന്നു, ബാക്കി 50% അജ്ഞാതം. ഒരു ചോദ്യത്തിനും കൂടി ശേഷം നമുക്ക് പൊതുചർച്ചയിലേക്ക് കടക്കാം തോന്നുന്നു. അവസാനത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് പൊതുചർച്ചയിലേക്ക് കടക്കാം. ഒരുപക്ഷെ ഈ നോവലിൻ്റെ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ പഴയൊരു കവിതയുടെ 4 വരി എൻ്റെ മനസ്സിലുണ്ട്. അത് എടശ്ശേരി എഴുതിയൊരു കവിതയാണ്, കുടിയിറക്കം എന്ന് പറഞ്ഞ്. ആ കവിതയിൽ എടശ്ശേരി ചോദിക്കുന്ന വലിയൊരു ചോദ്യം, കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ എന്നൊരു ചോദ്യം ചോദിക്കും. പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി, അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴുവരയ്ക്ക് അർത്ഥമുണ്ടോ എന്ന ചോദ്യം. നിങ്ങൾക്ക് ഉടമാവകാശമില്ലെങ്കിൽ ഈ ഭൂപടത്തിൻ്റെ അതിർത്തിയായിട്ട് വരയ്ക്കുന്ന വരയ്ക്ക് എന്തർത്ഥമാണ് എന്നത് വാസ്തവത്തിൽ മനുഷ്യവംശത്തെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യമാണ്. കാരണം ഈ വരകളൊക്കെ എപ്പോഴോ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ 100 കൊല്ലം പുറകോട്ട് പോയാൽ ഇതല്ല വര, 500 കൊല്ലം പുറകോട്ട് പോയാൽ അതുമല്ല, 5000 കൊല്ലം മുമ്പോട്ട് പോയാൽ വരകളേ ഇല്ല. ആ വരകളേ ഇല്ലാത്തൊരു കാലത്ത് നിന്ന് എപ്പോഴോ രൂപപ്പെട്ട വരകളെ ആത്യന്തിക യാഥാർത്ഥ്യമായി കാണുന്ന ഒരു നിലയ്ക്ക് ഒരു ഇടുക്കത്തിൻ്റെ വഴി വാസ്തവത്തിൽ നമ്മുടെ ഈ രാഷ്ട്രസങ്കല്പത്തിൽ തന്നെയുണ്ട്. അതിനോടുള്ള നിർണായകമായൊരു വിമർശനം കൂടി വാസ്തവത്തിൽ ഈ നോവലിൻ്റെ അടിപ്പടവിൽ. അതായത് നമ്മൾ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ചുരുങ്ങുന്ന സമയത്താണ് ഒരു വശത്തൂടെ ദേശീയത, എന്താണ് കോഴിക്കോടൻ ദേശീയത, കോഴിക്കോട് തന്നെ വെസ്റ്റിലെ ദേശീയത, പിന്നെ അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ രാമനാട്ടുകര ദേശീയത എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അർത്ഥമില്ലായ്മ അല്ലേ? ആ അർത്ഥമില്ലായ്മ 21-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രത്തലവന്മാർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ഈ ദുര എന്ന് പറയുന്ന ഒരു വികാരത്തെ തുറന്നു പറയാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. പലസ്തീനിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏത് ഭാഗത്തും മണിപ്പൂരിൽ സംഭവിക്കുന്നത്, എവിടെ നിങ്ങൾ മനുഷ്യർ കൊന്നൊടുക്കപ്പെടുന്നതും മനുഷ്യർക്ക് അവരുടെ ഇടം നഷ്ടപ്പെടുന്നതും നോക്കിക്കഴിഞ്ഞാൽ അത് ഭീകരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയൊരു ദൃഷ്ടാന്തമാണ്. അത്രേ എനിക്ക് പറയാൻ. അവസാനത്തെ ചോദ്യം ഞാൻ പറഞ്ഞത് ചോദിച്ചില്ല, അതിന് മുമ്പ് മീരോത്തരം പറഞ്ഞതുകൊണ്ട് ആ ചോദ്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ യക്ഷിക്കഥകളും ഒരു രാഷ്ട്രീയ രഹസ്യം പേറുന്നുണ്ട്. അതൊരു പ്രൊഫൗണ്ടായ സ്റ്റേറ്റ്മെൻറ്റായി വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായി. കാരണം നമ്മൾ വളരെ പ്രത്യക്ഷത്തിൽ ലഘുവെന്നും വളരെ സാമാന്യമെന്നും കരുതുന്നതിൻ്റെ ഉള്ളിലൂടെ ദുരധികാരത്തിൻ്റെയോ മനുഷ്യവംശത്തിൻ്റെ പ്രതിരോധങ്ങളുടെയോ ഒക്കെ ചില ആശയങ്ങൾ അതിൻ്റെ അടിയൊഴുക്കായിട്ട് നിൽക്കുന്നു എന്നത്
അതൊരു പ്രത്യാശയുടെ തലമായിട്ടാണോ അതോ ഒരു നമ്മെ വലയം ചെയ്യുന്ന ഒരു ഇരുട്ടായിട്ടാണോ, എങ്ങനെയാണ് നമുക്കതിനെ നോക്കാൻ പറ്റുക? എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ചക്രമുരുളുന്ന പോലെയാണ്. ഈ കഥകൾ നിലനിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെ സൂചനയാണ്. തീർച്ചയായിട്ടും ഈ ആരക്കാലുകൾ ഇടയ്ക്കിടെ ഒരേ പോയിന്റിലൂടെ ഒന്നിലേറെ തവണ പോയെന്നിരിക്കും, ചരിത്രം ആവർത്തിക്കും എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഈ കഥ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സംഗതിയാണ്. പിന്നെ ഞാൻ ഖസക്സ്ഥാനെ പറ്റി ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹമുണ്ട്. ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ എന്നെ ഒരു യക്ഷിക്കഥയിലെ നായികയായി സങ്കല്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ യക്ഷിക്കഥയിലെ നായികമാരായിട്ട് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സ്ത്രീകൾ വരുന്ന വളരെ അപൂർവം. പെൺകുട്ടികളുണ്ടാവും, എട്ടും പൊട്ടും തിരിയാത്ത കൗമാരപ്രായക്കാരികളായ വിവാഹപ്രായത്തിലെത്തിയ ആർക്കെങ്കിലും വിവാഹം കഴിക്കണം തോന്നുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു 30-40 വയസ്സ് പ്രായം ചെന്ന ഒരു സ്ത്രീക്ക് ഒരു സാധ്യതയുമില്ല. അവൾ നായികയായ യക്ഷിക്കഥ വായിക്കാൻ ഈ ലോകത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ രസകരമായൊരു കാര്യം, ഖസക്സ്ഥാനിൽ ഈ പെൺകുട്ടികൾ നായികമാരായിട്ടുള്ള യക്ഷിക്കഥകളുണ്ട്. അതിൽ ഒരു യക്ഷിക്കഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നായകനേക്കാൾ ശാരീരികമായ ശക്തിയുള്ളവരായിരിക്കും സ്ത്രീകൾ. അത് കാരണം അവരുടെ ഒരു ചരിത്രത്തിൽ ഇവരെല്ലാവരും വേട്ടക്കാരികൾ കൂടി ആയതുകൊണ്ടും കുതിര സവാരിക്കാരായതുകൊണ്ടും നായകനേക്കാൾ ഫിസിക്കലി സ്ട്രോങ് ആയ നായികമാരെ സങ്കല്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു എന്നുള്ളത് എന്നെ വളരെ രസിപ്പിച്ച ഒരു കാര്യമാണ്, വളരെ കൗതുകം ഉണ്ടാക്കി. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒരു 10 മിനിറ്റിൽ താഴെയാണുള്ളത്. വളരെ വലിയ ചോദ്യങ്ങൾക്കും ചർച്ചകൾക്കും അവസരമില്ല. 3-4 ചോദ്യങ്ങൾ വേഗം ചോദിച്ചാൽ നമുക്ക് ഈ സെഷൻ. സോറി ഫോർ ദി ഇൻട്രപ്ഷൻ. ഒരു പ്രധാന അറിയിപ്പുണ്ട്. 6 മണിക്ക് എഴുത്തോല വേദിയിൽ നടക്കാനായി പ്ലാൻ ചെയ്തിരുന്ന പ്രകാശ് രാജനൊപ്പം ടീം നിർദിഗന്തയും ചേരുന്ന ജസ്റ്റ് ആസ്കിംഗ് വൈ ആർ വി നോട്ട് സ്പീക്കിംഗ് എന്ന സെഷൻ 7 മണിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് എഴുത്തോല വേദിയിൽ പ്രകാശ് രാജനൊപ്പം ടീം നിർദിഗന്തയും ചേരുന്ന ജസ്റ്റ് ആസ്കിംഗ് വൈ ആർ വി നോട്ട് സ്പീക്കിംഗ് എന്ന സെഷൻ നടക്കുന്നതായിരിക്കും. നമുക്കിനി ഓഡിയൻസ് ഇന്ററാക്ഷനിലേക്ക് കടക്കാം. മാം ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ആണ്. എന്റെ ചേച്ചി ഈ നോവൽ വായിക്കണം എന്ന് തോന്നിയോ? അത് ഫസ്റ്റ് വായിച്ചപ്പോൾ തന്നെ തോന്നി. ഇറ്റ്സ് ലൈക്ക് എൻ്റെ ചേച്ചി ഇപ്പോഴാണ് ഒരു പാവയുണ്ട്, 4 years old. അപ്പോൾ അവന് കഥ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എനിക്ക് ആക്ച്വലി പറഞ്ഞിരിക്കുന്ന പോലെ യക്ഷിക്കഥകളിലെയും ഫെയറി ടൈലുകളിലൊക്കെ ഒരു പ്രശ്നം ആദ്യമായിട്ട് മനസ്സിലാവുന്നത്. എനിക്ക് അവന് പറഞ്ഞു കൊടുക്കാൻ നായകന്മാരുള്ള ഒരു സ്ട്രോങ് നായികയുള്ള ഒരു കഥ പോലും ഇല്ല എന്ന് ആ ഒരു സമയത്താണ് മനസ്സിലാവുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഏജിൽ വായിക്കാൻ ഇപ്പം ഞങ്ങൾക്ക് കുറേ നായകന്മാരുണ്ട്. ജെസബേലുണ്ട്, ചേതനയുണ്ട്, അതുപോലെ സത്യപ്രിയ സോ വണ്ടർഫുൾ. അപ്പോൾ അത്തരം നായിക ഞങ്ങൾക്ക് തന്നെ നമ്മുടെ ആൺകുട്ടികൾ എന്നോട് പരാതിപ്പെടുകയാണ് എന്തുകൊണ്ട് നായകന്മാരെ എഴുതുന്നില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കും. സ്വാഭാവികം. അപ്പോൾ ഞങ്ങൾക്കെങ്കിലും അങ്ങനത്തെ നായികമാരെ തന്നതിന് ഒരുപാട് നന്ദി. ഇപ്പം ഞാൻ ആ നായികനെ അവൻ്റെ കഥകളിലേക്ക് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാര്യമായിട്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ. നായികമാരില്ലാതിരുന്നതല്ല, വാസ്തവത്തിൽ അവരെ നായികമാരാക്കാതിരുന്നതിലൂടെ സ്ത്രീക്ക് നായികയാകാനൊരു സ്കോപ്പില്ല, സാധ്യതയില്ല എന്ന് തലമുറകളായി നമ്മളെ കണ്ടീഷൻ ചെയ്യുകയായിരുന്നു. നമസ്കാരം. ആദ്യം തന്നെ പറയാനുള്ളത് KR മീര എന്ന എഴുത്തുകാരിയുടെ ഏത് കൃതിയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൊക്കെ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ നാം ജീവിക്കുന്ന കാലത്തിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയലാണ് മനുഷ്യനായി തുടരുന്നതിനുള്ള ആദ്യത്തെ ഏറ്റവും വലിയ മുൻ ഉപാധി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് പൂർണ്ണമായും അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് മനസ്സിലാക്കിയ ഒരു തിരിച്ചറിഞ്ഞൊരു എഴുത്തുകാരിയാണ് KR മീര എന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്. ഗബർ ആയിക്കോട്ടെ, ഭഗവാന്റെ മരണമായിക്കോട്ടെ, ആരാച്ചാർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ പുസ്തകമായ കലാച്ചി ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ രചനാവേളയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ KR മീര എന്ന എഴുത്തുകാരിക്ക് ഞാനൊരു അപകടകരമായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന്? ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം നമുക്കറിയാം ഈ ഒരു വർത്തമാന കാലത്തെ അനീതിയും അഴിമതിയും സങ്കുചിത മനോഭാവവും കൊണ്ട് കലുഷിതമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണല്ലോ, അതായത് ഒരു കലുഷിതമായ കെട്ടകാലത്തിലൂടെയാണല്ലോ നാം പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം. ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്, ഈ നോവൽ എന്തായാലും വായിക്കണം എന്നുള്ള ഒരു വലിയൊരു
ആകാംക്ഷ മാത്രമല്ല, അതിൽ എന്താണ് ഉള്ളത് എന്നുള്ളൊരു ഭയവും എനിക്കുണ്ട്. കാരണം വർത്തമാനം അത്രത്തോളം സങ്കുചിതമാണല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യം ചോദിച്ച ആളുടെ പേരെനിക്കറിയാം, ദൃശ്യ എന്നാണ്. ദൃശ്യയെ പോലുള്ള വായനക്കാരികളുള്ളപ്പോൾ എനിക്ക് ഒരു ഭയവും ഇല്ല. ശ്രീമതി കെ.ആർ. മീരയുടെ ഈ പുതിയ കലാച്ചി എന്ന നോവലിൽ ഒരുപാട് അറബിക് ടേംസുകൾ വന്നിട്ടുണ്ട്, വാക്കുകൾ. അതിലേറ്റവും പ്രബലമായ ഒന്നാണ് അമാനത്ത് എന്നുള്ളത്. ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്. ആ വിശ്വാസത്തിൻ്റെ അടിക്കല്ലറയാണ് അമാനത്ത് എന്നൊരു പദം ശ്രദ്ധിക്കപ്പെട്ടു. മാത്രവുമല്ല, ഒരുപാട് അറബിക് വാക്കുകൾ, പേരുകൾ. നമ്മുടെ നവ ഇന്ത്യയിൽ അറബിക് പേരുകൾ വരുന്നതൊക്കെ മായ്ച്ചു കളയുന്ന ലോകത്ത് ഏറ്റവും പ്രസക്തമാണെന്നത് തോന്നി. രണ്ടാമത്, ആ നോവൽ അങ്ങനെ പോകുമ്പോൾ അതിനെ സാമുദായികവൽക്കരിക്കപ്പെടുമോ? അതിനെ എങ്ങനെയാണ് നോവൽ അതിജയിക്കുന്നത്? കോർണലൈസ് ചെയ്യപ്പെടുമോ എന്നൊരാശങ്ക ചോദിക്കുകയാണ്. അത് നോവൽ വരുമ്പോൾ വാങ്ങിച്ച് വായിച്ച് കണ്ടുപിടിക്കണം, ഒന്ന്. രണ്ട്, ഞാൻ തീർച്ചയായിട്ടും ഈ അറബിക് വാക്കുകളൊക്കെ പഠിച്ച് ഇതിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് 75 വയസ്സ് തികയുന്ന നമ്മളുടെ ഈ പരമാധികാര രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമായ തൂണുകളിലൊന്ന് സാഹോദര്യമാണെന്നും അത് മതം കൊണ്ടോ ജാതി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സങ്കുചിതമായ ചിന്തകൾ കൊണ്ടോ മായ്ക്കപ്പെടേണ്ടതല്ലെന്നും എന്നെ കൂടി ഓർമ്മിപ്പിക്കാനും അത് തെളിയിക്കാനുമാണ്. ഹലോ മാഡം, കലാച്ചി പൗര നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മാഡം പറയണേ, നമ്മൾ ഏകദേശം ആ കഥകളൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊരു പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് മാതൃഭൂമി പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റിയുടെ. കുറേ ഫേക്ക് ന്യൂസ്, അവർ ഒരു ഫ്രണ്ട് പേജ് മുഴുവൻ ഫേക്ക് ന്യൂസസാണ്. ഓക്കെ, അതിൽ ഞാൻ രാവിലെ പത്രം എടുത്ത് വായിക്കുന്നു, പേപ്പർ കറൻസി ഇന്ത്യയിൽ നിരോധിച്ചു, ഇന്ന് മുതൽ ഡിജിറ്റൽ കറൻസി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഞാൻ സത്യത്തിൽ വിശ്വസിച്ചു. അതാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. കാരണം ഇതിനപ്പുറവും ഈ ലോകത്ത് നമ്മുടെ രാജ്യത്തിന് സംഭവിക്കാമെന്നുള്ളൊരു അവസ്ഥയിലൂടെ എത്തിനിപ്പുണ്ട്. അപ്പോൾ ഒരു ഭയം എപ്പോഴും ഉണ്ട്. ഇപ്പം മാഡം പറഞ്ഞു, എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കൊച്ചുമക്കൾക്കും. മാഡം മകൾ, എൻ്റെ കൊച്ചുമക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ ബയോളജിക്കൽ കൊച്ചുമക്കൾ മാത്രമല്ല. അത് മനസ്സിലായി. പെൺമക്കളും അവരുടെ പിന്നെ വരുന്ന പെൺമക്കളെല്ലാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറയാം പ്ലീസ്. അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ഈ പൊതുജനത്തിന് മുഴുവൻ ആ ഒരു ഭയമുണ്ട്. എന്നാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷയുണ്ടോ, അതോ നമ്മൾ എത്ര കാലം ഇവരുടെ പിടിയിൽപ്പെട്ട് ഇങ്ങനെ കടന്നു പോകും? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ എന്താണ് വഴി? എങ്ങനെ യുവത്വത്തിന് എന്തെങ്കിലും ഈ ജനത്തിന് മാഡത്തിന് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? നമുക്ക് എങ്ങനെ ഇവർക്ക് എതിരെ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മുന്നിലുള്ളൊരു വഴി എന്നതിനെ കുറിച്ച്? അനൈസ് നിൻ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളുടെ ലോകം എക്സ്പാൻഡ് ചെയ്യുന്നോ ഷ്രിങ്ക് ചെയ്യുന്നോ എന്ന് തീരുമാനിക്കുന്നത് ആ ആളിൻ്റെ ധൈര്യമാണ്, കറേജാണ്. ഈ കറേജ് ഒരു മതമായി മാറിയാൽ നമ്മുടെ രാഷ്ട്രത്തെ പിന്നെ ആർക്കും, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പിന്നെ ആർക്കും സ്പർശിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കറേജ് എന്ന മതത്തിൽ വിശ്വസിക്കുന്ന പൗരന്മാരെയാണ് നമുക്ക് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ ലോകം എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. നമസ്കാരം. എൻ്റെ ചോദ്യം രണ്ടുപേരോടും കൂടിയാണ്. സ്പെസിഫിക്കലി കുറച്ചും കൂടി സുനിൽ സാറിനോടാണ്. ഞാൻ സുനിൽ സാറിൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കാറുള്ള ഒരാളാണ്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ നോവലിൻ്റെ ചർച്ചകളായാലും ഈ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ രാജ്യത്ത് മതാടിസ്ഥാനത്തിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്നു, പൗരത്വം നൽകുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതി നിലനിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ മീര മാഡം ഒരു പോയിന്റ് കൂടി പറഞ്ഞിരുന്നു, ഇതിനു പുറമെ ചില പ്രത്യേക മതങ്ങളിൽ സ്ത്രീകൾ അർദ്ധപൗരന്മാരായി മാറുന്ന ഒരവസ്ഥ. ഏത് മതത്തിലും എല്ലാ മതങ്ങളിലും മതങ്ങളുടെയൊക്കെ അടിസ്ഥാനം എല്ലാ മതങ്ങളിലും സ്ത്രീകൾ അർദ്ധപൗരന്മാരാണ്. എല്ലാ കുടുംബങ്ങളിലും സ്ത്രീകൾ കാൽ പൗരന്മാരാണ്. തീർച്ചയായും. അപ്പോൾ നമ്മളിപ്പോൾ
നിലവിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ഒരു മതാടിസ്ഥാനത്തിൽ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ പൗരന്മാർ എന്ന് പറയുമ്പോൾ മതാടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്ന ഒരു സമയത്തും നമ്മൾ അതിനെതിരെ ശബ്ദിക്കുന്ന അതേ ഉച്ചത്തിൽ തന്നെ ഈ പറഞ്ഞ എന്താണ് സ്ത്രീകൾ അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഇതിൽ ഏതെങ്കിലുമൊക്കെ ചില പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് പരാതി പറയാറുണ്ട്. എപ്പോഴും ഞാൻ സ്ത്രീകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പുരുഷന്മാരെ ഞാൻ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന്. ഞാനത് പുരുഷന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. ഞാനതല്ല പറഞ്ഞു വരുന്നത്. സോറി ടു ഇന്ററപ്റ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് ശരിയാണ്, മാഡത്തിന്റെ പേഴ്സ്പെക്റ്റീവിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ സ്ത്രീകളെ അർദ്ധപൗരന്മാരായിട്ട് കാണുന്ന ഈ മതങ്ങളുടെ മൂല്യങ്ങൾക്കെതിരെയും നമ്മൾ അതേ ശബ്ദത്തിൽ തന്നെ ശബ്ദമുയർത്തേണ്ട ഒരു സമയം പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അതായത് നിങ്ങൾക്കൊരേ സമയം മതത്തിന്റെ അധികാരത്തെ പ്രബലപ്പെടുത്തുകയും അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസമാണ് പരമം എന്ന് വിചാരിക്കുകയും പിന്നെ മറ്റു തരം സ്വേച്ഛാധിപത്യ പ്രവണതകളെ എതിർക്കുകയും ചെയ്യാനാവില്ല. നിങ്ങൾക്ക് ഫാഷിസത്തെ, അതായത് ഏകാധിപത്യം ഏത് രൂപത്തിലുള്ളതിനെയും ചെറുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇല്ലാതാക്കേണ്ടത് സ്ത്രീ വിരുദ്ധതയാണ്. തീർച്ചയായും സ്ത്രീയുടെ പൂർണ്ണ പൗരത്വമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ, അത് ശ്രദ്ധിക്കുന്നില്ല, ചുമ്മാ പറയണു അത് തന്നെയാണെന്ന്. എന്താ പേര്? മാഷോടാണ്. മാഷ് തുടങ്ങിയപ്പോൾ പ്രിയാമ്പിള്ള ഒരു വേർഡ് ഉദ്ധരിച്ചു. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര മതനിരപേക്ഷ റിപ്പബ്ലിക്കായി അംഗീകരിക്കുന്നു എന്ന്. 49 വർഷങ്ങൾക്ക് മുൻപ് 42ാം ഭേദഗതിയിലൂടെ മതനിരപേക്ഷതയും കൂടെയുള്ള വാക്കിന് ഇപ്പം പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മാഷത് വിട്ടുപോയതിൻ്റെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ആ ഒരു വാക്ക് മറന്നു പോകരുതെന്ന് പറഞ്ഞ് സൂചിപ്പിക്കുകയാണ്. പിന്നെ മാഡം പറഞ്ഞു, നമ്മളെ ഉറക്കിക്കെടുത്തുന്നവർക്ക് KLF-ൽ പോലും വേദികൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ഉറക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നവർക്ക് KLF-ൽ അടക്കം വേദികൾ കിട്ടുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ മര്യാദ നമ്മൾ പാലിക്കുന്നത് കൊണ്ട് വേദികൾ കിട്ടുന്നുണ്ട്. പക്ഷെ അവരോടും കൂടി സംവദിക്കാനുള്ള ഇടങ്ങൾ അവരെ നമുക്ക് തരുന്നില്ല എന്നതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു. അല്ല, അതാണ് ജനാധിപത്യം ഇല്ലായ്മയെ എതിർക്കാൻ നമ്മുടെ കയ്യിൽ കൂടുതൽ ജനാധിപത്യം മാത്രമേ വാസ്തവത്തിലൊരു ഉപകരണമായിട്ടുള്ളൂ. അതല്ലാതെ മറ്റൊരു മാർഗമില്ല. ജനാധിപത്യ വിരുദ്ധതയെ എതിർക്കണമെങ്കിൽ സ്ത്രീ വിരുദ്ധതയെ, ന്യൂനപക്ഷ വിരുദ്ധതയെ, ദളിത് വിരുദ്ധതയെ, ഇതിനെല്ലാം ഒന്നിച്ച് തന്നെ എതിർക്കേണ്ടി വരും. ഇതെല്ലാം ഒരു പാക്കേജാണ്, വേറൊരു മാർഗവുമില്ല. ഞാൻ അതിൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ള ആദ്യ വാക്യത്തിൽ ഒരു ഭാഗം മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ. ഭരണഘടനാ പ്രിയാമ്പിൾ മുഴുവൻ ഞാൻ ഉദ്ധരിച്ചിട്ടില്ല. മതനിരപേക്ഷത എന്നുള്ള ആശയത്തോടൊന്നും എനിക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. 30 കൊല്ലമായിട്ട് ഇതിനു വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പിന്നെ ഞാനത് ഉദ്ധരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ചോദ്യം കൂടി ഉന്നയിച്ച് സമയം അവസാനിപ്പിക്കാം. ഒരു ചോദ്യം കൂടി കൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അവിടെ ഒരാൾ ഉയർത്തുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്. കേൾക്കാം, പറഞ്ഞോളൂ. ചോദ്യമായിട്ട് ചോദിക്കണേ, നമുക്ക് വേഗം തീർക്കണം. സുനിൽ സാറും മീര മേഡവും ബഹുമാനിക്കുന്നു. എന്ത് കാലഘട്ടവും എന്ത് ആർഭാടവും ഒന്നുമില്ലല്ലോ. ഒരു കാറ്റ് വന്നപ്പോൾ നമ്മൾ തളർന്നു പോയില്ലേ, കൊറോണ വന്നപ്പോൾ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും പറയേണ്ടതില്ല. എന്തായാലും വളരെ സവിശേഷമായ ഒരു നോവൽ വരാനിരിക്കുന്നു. നമ്മുടെ സാമൂഹ്യ ഭാവനയെ കൂടുതൽ ജനാധിപത്യപരമാക്കുന്ന ഒരിടപെടലായി ആ നോവൽ മാറിത്തീരും എന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ പറഞ്ഞ കവിതയിൽ ഒരു വരി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എടശ്ശേരി പറഞ്ഞത്, ഒരു പുതിയ രാജ്യം വരണം, പുതിയ അതിർത്തി വരണം, എവിടെവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടവിടങ്ങളെ കൂട്ടി വരയ്ക്കണം പുതിയൊരു രാജ്യത്തിന് അതിർവരകൾ. അങ്ങനെയുള്ളൊരു രാജ്യത്തിന് വേണ്ടി നമുക്കൊക്കെ ഒരുമിച്ച് നിൽക്കാം. നമസ്കാരം. ഈ മനോഹരമായ കവർ ചിത്രത്തിന് സൈനുൽ ആബിദിനോട് ഞാൻ വളരെ ഔപചാരികമായും പരസ്യമായും നന്ദി പറയുന്നു. എൻ്റെ അനിയൻ എന്ന രീതിയിൽ ആബിദിന് മാത്രമേ ഇത് ഇത്രയും ഉള്ളിൽ കൊണ്ട് വരയ്ക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. പുസ്തകം വായിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. സന്തോഷം.